ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് വളരെയധികം പ്രസക്തി ഞാൻ കൊടുക്കുന്നത്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ക്ഷേത്ര ദർശനത്തിന് പ്ലാൻ ചെയ്യുന്ന സമയത്തായാലും, അതുപോലെ തന്നെ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ഒക്കെയും തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ആർത്തവത്തിന്റെ ദിവസങ്ങൾക്കായിരിക്കും. ആ ഒരു ദിവസത്തിന് ശേഷം, എത്ര ദിവസത്തിന് ശേഷം നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകാം, എത്ര ദിവസത്തിന് ശേഷം നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാം, എത്ര ദിവസത്തിന് ശേഷം നമുക്ക് വീടുകളിൽ നിലവിളക്ക് തെളിയിക്കാം, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള സംശയങ്ങളാണ് പലർക്കും ആർത്തവവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. നമ്മൾ ഒരു ദൂരയാത്ര അല്ലെങ്കിൽ ദൂരത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വീടുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ആർത്തവം സംഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ അമ്മ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമായിരിക്കും ആ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോവുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറാറുണ്ട്, അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആർത്തവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്താമെന്നും, അതുപോലെ തന്നെ ആർത്തവവുമായി ബന്ധപ്പെട്ട് ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്ന അല്ലെങ്കിൽ പാലിച്ചു പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരായിരിക്കും നമുക്ക് പീരീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അതായത് ഇത്ര ദിവസം കഴിഞ്ഞാലായിരിക്കും അവർ ക്ഷേത്രത്തിൽ പോകുന്നത്. അതുപോലെ തന്നെയായിരിക്കും നമ്മൾ കണ്ട് ശീലിച്ച് പാലിച്ചു വന്നിരിക്കുന്നത്. അതായത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും പല രീതിയിൽ പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അതൊരു കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ചെയ്യുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ അതിൽ ഒരു ദൈവികമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ശരീരശുദ്ധി നിർബന്ധമാക്കി കൊണ്ടുവേണം ചെയ്യാൻ എന്നുള്ളതൊന്ന് ഓർക്കുക. ആ ഒരു കാര്യമാണ് ഏറ്റവും മെയിനായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ആർത്തവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്താമെന്നുള്ളതായിരിക്കും പലർക്കുമുള്ള ഏറ്റവും വലിയ ഒരു സംശയം. ആർത്തവം തുടങ്ങി 7 രാത്രികൾ കഴിഞ്ഞ് 8ാമത്തെ ദിവസമാണ് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താനായിട്ട് സാധിക്കുക. ഏതൊരു ക്ഷേത്രത്തിലും 8ാമത്തെ ദിവസം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താം. ഏതൊരു ക്ഷേത്രത്തിലും പോവാം. ശിവക്ഷേത്രത്തിലും ദർശനം നടത്താം, ദേവീക്ഷേത്രങ്ങളിലും ദർശനം നടത്താം, ഗണപതി ക്ഷേത്രങ്ങളിലും ദർശനം നടത്താം. ഇന്ന ക്ഷേത്രമൊന്നൊന്നുമില്ല. 7 രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താം. അതായത് 8ാമത്തെ പകല് മുതൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. ഇനി ഈ 8ാമത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്താമെന്ന് പറയുമ്പോൾ പൂർണ്ണമായും ശരീരശുദ്ധിയുള്ള വ്യക്തിക്ക് മാത്രമേ ഈ 8ാമത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. 8 ദിവസമായിട്ടും നിങ്ങൾക്ക് ശരീരശുദ്ധി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ശരീരശുദ്ധി വരുന്നത് ആ ദിവസം മുതൽ പോയി തുടങ്ങാവുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ ശരീരശുദ്ധി പ്രധാനമാണ്. ദിവസങ്ങൾ എന്നതിലുപരി ശരീരശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എനിക്ക് 8 ദിവസമായി, പക്ഷെ ശരീരശുദ്ധി ഇല്ല, എന്നാലും 8 ദിവസമായല്ലോ എന്ന് കരുതി ഒരു കാരണവശാലും നിങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഇനി ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലർക്കും അടുത്തതായിട്ട് വരുന്ന ഒരു സംശയമായിരിക്കും, 5 ദിവസമൊക്കെ ആവുമ്പോഴേക്കും എനിക്ക് ശരീരശുദ്ധി വരും, അപ്പൊ എനിക്ക് പോവാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ സാധിക്കില്ല കേട്ടോ. 5 ദിവസം കൊണ്ട് നിങ്ങൾ ശരീരശുദ്ധി വന്നു കഴിഞ്ഞാലും 7 രാത്രികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി പലർക്കുമുള്ള അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, വീട്ടില് നിലവിളക്ക് തെളിയിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും. 5 ദിവസത്തിന് ശേഷം ശരീരശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരീരശുദ്ധി ആയി തുടങ്ങുന്ന ദിവസം മുതൽ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ചു തുടങ്ങാമോ എന്നുള്ളതാണ്. നമ്മൾ വീട്ടിൽ പൂജാമുറിയിൽ ഒരു നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ പൂജാമുറി. വീടിനുള്ളിലുള്ള ക്ഷേത്രമാണ് വീട്ടിലെ പൂജാമുറി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിനുള്ളിലുള്ള ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതും. വീട്ടിനുള്ളിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതും ഈ പറഞ്ഞതുപോലെ 7 രാത്രി കഴിഞ്ഞ് 8ാമത്തെ ദിവസം മുതലായിരിക്കണം. ആ ദിവസം മുതൽ മാത്രമേ നമ്മുടെ വീട്ടിലും നമുക്ക് നിലവിളക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആദ്യം ഞാൻ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ 8ാമത്തെ ദിവസം ശരീരശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലും നിലവിളക്ക് തെളിയിക്കാൻ പാടുള്ളൂ. ഇനി അടുത്തതായിട്ട് പലതരത്തിലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും. ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത്, ഉപവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ദോഷമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ടായി. നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ എങ്ങനെ നിങ്ങളുടെ പീരീഡ്സിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം അടുപ്പിച്ച് വരുന്ന സമയത്തുള്ള വ്രതങ്ങൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീരീഡ്സ് ടൈമിൽ ഒരു തരത്തിലുള്ള വ്രതങ്ങളും അനുഷ്ഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ ഒരു പീരീഡ്സ് ടൈം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമായിരിക്കും. പലർക്കും പലപ്പോഴും നടുവേദന, അതുപോലെ തന്നെ വയറുവേദന, മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. മൊത്തത്തിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് പലർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം റെസ്റ്റ് തന്നെയാണ്. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്ന ഈ ഒരു സമയത്ത് ഉപവാസം കൂടി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പണ്ട് മുതലേ ആൾക്കാർ ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഉപവാസം അനുഷ്ഠിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ഏതൊരു വ്രതവും അനുഷ്ഠിക്കുന്ന സമയത്ത് ഉപവാസത്തോടൊപ്പം തന്നെ ശരിയായിട്ടുള്ള പൂജകൾ, ക്ഷേത്ര ദർശനം ഒക്കെയും നടത്തി കഴിഞ്ഞാലാണ് അത് പൂർണ്ണതയിലെത്തുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അതിനൊന്നും തന്നെ സാധിക്കില്ല. എന്നാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉപവാസം എടുക്കുന്നവർക്ക് അന്നേ ദിവസം ഈ ഒരു പീരീഡ്സ് ആയതുകൊണ്ട് ഒഴിവാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി പലർക്കും ഉള്ള സംശയമാണ്, സ്ഥിരമായിട്ട് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡ്സിന്റെ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം ഒരുപാട് അമ്മമാര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നമ്മൾ പീരീഡ്സ് ടൈമിൽ വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ ലളിത സഹസ്രനാമമോ ഒന്നും തന്നെ ചൊല്ലാനായിട്ട് പാടുള്ളതല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദോഷഫലങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളിങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അത് വിപരീത ഫലം നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും പീരീഡ്സ് ടൈമിൽ ഈ ഒരു മന്ത്രങ്ങളൊന്നും തന്നെ ജപിക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് പോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതായത് 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം പൂർണ്ണമായിട്ടുള്ള ശരീരശുദ്ധിയോടുകൂടി വേണം ഈ മന്ത്രങ്ങളൊക്കെയും തന്നെ ജപിക്കാനായിട്ട്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ശരീരശുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ 5 കുളിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ചൊല്ലാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റൊരു കാര്യവും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് വരുന്ന ഒരു സംശയമാണ്, വീട്ടിൽ ഒരാൾ പീരീഡ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നിലവിളക്ക് തെളിയിക്കാമോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും തെളിയിക്കാം. പക്ഷെ ഈ ആർത്തവം സംഭവിച്ചിട്ടുള്ള വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിലവിളക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ തൊടാനോ അല്ലെങ്കിൽ ആ ഒരു പൂജാമുറിയിലേക്ക് കടക്കാനോ ഒന്നും തന്നെ പാടില്ല. ഈ ശുദ്ധിയോടെയുള്ള ആരാണോ നിലവിളക്ക് തെളിയിക്കുന്നത് അവർക്ക് സാധാരണ പോലെ തന്നെ നിലവിളക്ക് തെളിയിക്കാവുന്നതാണ്. ഈ നിലവിളക്ക് തെളിയിച്ച് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അവിടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്കിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർത്തവമുള്ള ആൾക്കാർ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഒരല്പം ശ്രദ്ധയോടുകൂടി വിളക്ക് തെളിയിക്കുക എന്നുള്ളത്. കാരണം അവർ തൊടാതെ ശുദ്ധിയോടുകൂടി കുളിച്ച് ശുദ്ധിയായി നേരെ വിളക്ക് തെളിയിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുക. ഇനി അതുപോലെ തന്നെ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കുക. വീട് വൃത്തിയാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
മുഴുവനായിട്ടും വൃത്തിയാക്കുക എന്നുള്ളതല്ല. പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ശരീരശുദ്ധി വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടന്ന ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും അതുപോലെ തന്നെ പില്ലോ കവറും ഒക്കെ ഒന്ന് അലക്കി ഉണക്കി കൊണ്ടുവയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ 5 ദിവസത്തിന് ശേഷം നിങ്ങളുടെ വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് തുടയ്ക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇനി ആർത്തവം കഴിഞ്ഞിട്ടുള്ള ആള് പൂജാമുറിയിൽ എപ്പോഴാണോ പ്രവേശിക്കുന്നത് അന്നത്തെ ദിവസം കുളിച്ച് ശുദ്ധിയായി വന്ന ശേഷം ഒരല്പം വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ആ പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ശേഷം നോർമലി നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ച് തുടങ്ങാവുന്നതാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ടുകാലം മുതൽക്കേ ചെയ്തു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പീരീഡ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമ്പോൾ ആ ഒരു പീരീഡ്സിന്റെ ദിവസം കഴിഞ്ഞ് ശരീരശുദ്ധി വരുത്തി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ നിന്ന് പുണ്യാഹം ലഭിക്കും. ആ ഒരു പുണ്യാഹം തെളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് എല്ലാവർക്കും അവൈലബിൾ അല്ല. പകരം നിങ്ങൾക്ക് ആ ഒരു മഞ്ഞൾപ്പൊടിയിട്ട വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താലും മതിയാവും. ഇനി ബ്രഹ്മമുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ടും പലരും ഈ ഒരു പീരീഡ്സിന്റെ കാര്യം ചോദിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൈകാൽ മുഖം കഴുകിയതിന് ശേഷം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ് എന്ന കാര്യം. എന്നാൽ നിങ്ങൾ പീരീഡ്സ് കഴിഞ്ഞ് ശരീരശുദ്ധി വരുത്തി 8ാമത്തെ ദിവസം മുതലാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വച്ചു തുടങ്ങേണ്ടത്. ആ 8ാമത്തെ ദിവസം തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ശരീരശുദ്ധി വരുത്തിയിരിക്കണം. അതായത് തലയും മേലും കുളിക്കണം, പൂർണ്ണ സ്നാനം നടത്തണം. പലരും രാവിലെ ഒരുപാട് നേരത്തെയാണല്ലോ ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ എഴുന്നേറ്റ് കുളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാവുമ്പോൾ മേല് മാത്രം കുളിച്ചിട്ടൊക്കെ അങ്ങനെ വിളക്ക് തെളിയിക്കാറുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നത് പോലെയല്ല. ആർത്തവം കഴിഞ്ഞ് ശുദ്ധിയായിട്ട് നിങ്ങൾ ആദ്യത്തെ ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വളരെ ചിട്ടയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി വേണം വിളക്ക് തെളിയിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു കാര്യം പലരും സംശയം ചോദിച്ച ഒരു കാര്യമാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങളായാലും നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പഠിച്ചു വന്ന അല്ലെങ്കിൽ ഞാൻ പാലിച്ചു കൊണ്ടുവന്ന ഈ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ പാലിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ടാണ് കണ്ടുവരുന്നത്. കാരണം നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കേട്ടോ. നമ്മുടെ മക്കളെ നമ്മൾ പാലിച്ചു പോകുന്ന ആ ഒരു സമ്പ്രദായം തുടരാനായിട്ട് പഠിപ്പിക്കുക. ഇന്ന് പലരും ഇതൊക്കെ അന്ധവിശ്വാസമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തു കൊണ്ടുവന്ന ഒരു പ്രക്രിയ ഇങ്ങനെയാണ്. അപ്പോൾ അത് തന്നെ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ആർത്തവം അശുദ്ധിയല്ല, അതുപോലെ തന്നെ ആർത്തവ സമയത്ത് സ്ത്രീയുടെ ശരിയാണ്, ആർത്തവം അശുദ്ധി എന്നല്ല, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ദൈവം നമ്മളെ അശുദ്ധരായിട്ട് കണക്കാക്കുന്നത് കൊണ്ടല്ല, നമ്മൾ ചില ചിട്ടകൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.